നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജെഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് ഫുള്ളും ഉണ്ടല്ലോ, നമുക്ക് ഓണത്തിന് മുന്നേ നമ്മൾ എടുത്തു വെച്ച ഓർഡറായിരുന്നു കേട്ടോ, അയക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ അതായത് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുവാണ് കേട്ടോ. ഇത്രയും നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത്. ഇതുപോലെ ഇത്രയും നല്ല ഹെൽത്തിയായ പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് DTDC കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പം ഞാൻ അയക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ മെസ്സേജ് ഇടുന്നുണ്ട് കേട്ടോ, ഏത് ദിവസമാണ് പ്ലാന്റ്സ് അയക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും പ്ലാന്റ്സ് അയച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കൈപ്പറ്റാനായിട്ട് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ പ്ലാന്റാണ്, അപ്പോൾ കൃത്യമായിട്ട് വാങ്ങിയാൽ മാത്രമാണ് അത് നിങ്ങളുടെ കയ്യിലേക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് ഇത് കയ്യിൽ കിട്ടിക്കഴിയുമ്പം പിടിപ്പിക്കേണ്ട ആ ഒരു രീതിയാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ കുറേ പേര് പിടിപ്പിച്ചെടുക്കുന്നുണ്ട്, പക്ഷേ എന്നാൽ കുറച്ച് പേർക്കൊന്നും പിടിച്ച് കിട്ടായിക വരുന്നുണ്ട്. അപ്പോൾ ഇത് പിടിപ്പിക്കാൻ അറിയാത്തവർ നമ്മുടെ ഈ ഒരു പ്ലാന്റ് എങ്ങനെയാണ് ഇത് അതായത് നശിച്ചു പോകാതെ പെട്ടെന്ന് പിടിച്ച് കിട്ടാനുള്ള ആ ഒരു മാർഗ്ഗം ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതുണ്ടല്ലോ, ഇതുപോലെ കുറച്ച് നല്ല ഇളക്കമുള്ള ഒരു പോട്ടി മിക്സർ എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല ഇളക്കമുള്ള കുറച്ച് പോട്ടി മിക്സർ എടുക്കണം. അപ്പോൾ ഇതൊരു പോട്ടിൻ്റെ അടിഭാഗത്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വലിപ്പമുള്ള പോട്ടിലൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് നടുന്നതെങ്കിൽ ആ ഒരു പോട്ടിൻ്റെ ഒരു പകുതിയോളം ഇങ്ങനെ പോട്ടി മിക്സർ എടുക്കണേ. ഇനി അടുത്തായിട്ട് നമുക്ക് അതായത് പിടിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ കാണിച്ചു തരുന്നത്. ഇതുണ്ടല്ലോ, നമ്മളെല്ലാ ചെടികളും വേര് പിടിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ, ഒന്നുകിൽ മണൽ അല്ലെങ്കിൽ എംസാൻഡ്. അപ്പം ഇത് നമ്മൾ ഇതുപോലെ ഈ ഒരു പോട്ടി മിക്സറിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഫുള്ളും നമ്മൾ മണലിൽ തന്നെ നടുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ളും മണലെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പകുതി മണലിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മൾ പകുതി മണലിട്ട് കൊടുത്തു. ഇനി നമ്മൾ നടാൻ ഉദ്ദേശിച്ചേക്കണ പ്ലാന്റ് നമ്മൾ ഇതുപോലെ എടുക്കണം കേട്ടോ. അപ്പം നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുമ്പം ഇതേപോലെയുള്ള കവറിലാണ്, പക്ഷെ നമ്മൾ കുറച്ച് മണ്ണ് കളഞ്ഞിട്ടാണ് അയച്ചു തരുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് ഇതുപോലെ മണ്ണ് കളയാതെ നമ്മൾ അയക്കുമ്പോൾ നമുക്ക് ഒത്തിരി കൊറിയർ ചാർജ് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്ലാന്റ്സിൻ്റെ അടിയിൽ കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് അയക്കുന്നത് കേട്ടോ. ഇതേ സെയിം പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് മണ്ണ് കളയും. ഇനിയുണ്ടല്ലോ, നമ്മൾ ഈ എടുത്ത് വെച്ചേക്കണം നമ്മുടെ ഈ ഒരു മണലിലേക്ക് നമ്മുടെ ഈ ഒരു ചെടിയിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെ മുകൾ ഭാഗത്ത് ഫുള്ളും മണലായിരിക്കണം. എന്നിട്ട് നല്ലോണം നനച്ച് കൊടുക്കുക. ഓക്കെ, കുറച്ചും കൂടി ഇതിൻ്റെ മുകളിൽ മണൽ ഇട്ട് കൊടുത്തൊന്ന് ഫില്ല് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും ഷെയ്ഡിൽ വെച്ചിട്ട് നല്ലോണം നനച്ച് കൊടുത്ത് വളർത്തിയെടുക്കുക. അപ്പോൾ ഒത്തിരി വെള്ളമൊന്നും കൊടുക്കണ്ട, മണ്ണിൻ്റെ നനവനുസരിച്ച് മാത്രം നനച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഈ മണലിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ പ്ലാന്റ് ചീഞ്ഞു പോകാതെ നമുക്ക് പിടിച്ചു കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ബോൾസം പ്ലാന്റ് പിടിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവർ എന്തായാലും ഈ ഒരു രീതിയിൽ എല്ലാവരും ചെയ്തിട്ട് നമ്മുടെ ചെടി